ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 24-നൊപ്പം ചേരുകയാണ്. വിപിൻ സി വിജയൻ. യെസ് സ്മിത, ആര്യടൻ ഷൗക്കത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായി തന്നെ നടക്കുകയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹം ചേരുന്നത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റില്ല എന്നുണ്ടെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് LDFിലേക്ക് എന്നൊരു കിംവദന്തി അങ്ങനെ ഒന്ന് പ്രചരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിനുള്ള മറുപടി? എനിക്കതിൽ മറുപടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ പിതാവ് മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് പറഞ്ഞ്, എടാ എന്നെ കോൺഗ്രസിൻ്റെ പതാക പുതപ്പിക്കാൻ മറക്കരുത് എന്നാണ്. എനിക്കും എൻ്റെ ജീവിതത്തിലൊരാഗ്രഹം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതശരീരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പതാക പുതച്ച് എന്നേക്കുമായ നിത്യതയിലേക്ക് ഉറങ്ങണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെയും ഒരാഗ്രഹമായിട്ടുള്ളത്. പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കൃത്യമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് തീരുമാനിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും അതിനെ ജയിപ്പിക്കാൻ നിലമ്പൂരിൻ്റെ മണ്ണും മനസ്സും പാകമായി കിടക്കുക. ചുമരെഴുത്തുകൾ പോലും വന്നു, നിങ്ങൾ കണ്ടു കാണും. ചുവരെഴുത്തുകൾ പോലും വന്നു എന്ന് മാത്രമല്ല, കൈപ്പത്തി ചിഹ്നം വരച്ച് ആളെ കാത്തിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ വലിയ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് നിൽക്കുക. അതിലിപ്പോൾ ഒരു പേര്, താങ്കളുടെ പേരാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് നേതൃത്വമായിട്ടുള്ള എന്തെങ്കിലും സജീവമായിട്ടുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാറുള്ളത്? ഇല്ല, അങ്ങനെയല്ലല്ലോ. കോൺഗ്രസിനൊരു രീതിയുണ്ട്. കോൺഗ്രസ് പല കാര്യങ്ങളും പരിശോധിക്കും. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കോൺഗ്രസ് അത് ഹൈക്കമാൻഡ് അത് തീരുമാനിക്കും. ആ തീരുമാനം പ്രഖ്യാപിക്കും. നേതാക്കന്മാരത് പറഞ്ഞിട്ടുണ്ടല്ലോ. നേതാക്കന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അതിലിപ്പോൾ PV അൻവർ ഒരു പ്രധാനമായിട്ടൊരു ഘടകമായിട്ടാണ് UDF കാണുന്നത്. അങ്ങനെയാണെങ്കിൽ VS ജോയിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു, ഒപ്പം തന്നെ മുന്നണിയിൽ എടുക്കണം. അങ്ങനെ മുന്നണിയിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നൊക്കെയാണ്. എന്താണ് അപ്പോൾ ഇതിലൊരു പ്രതികരണം ഉണ്ടാകുന്നത്? അല്ല, ഇതിൽ തീർച്ചയായിട്ടും പിന്നെ PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യമൊന്നും ഇവിടെ നിലമ്പൂർ ഞങ്ങൾ തീരുമാനിക്കേണ്ടതല്ലല്ലോ വാസ്തവത്തിൽ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഞങ്ങളുടെ നേതൃത്വം അത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് PV അൻവറുമായി ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പക്ഷേ അദ്ദേഹം മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ളൊരു ചർച്ചകൾ നിങ്ങൾ തമ്മിലൊക്കെ നടന്നിട്ടുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നത് ഇവിടെ അപ്രസക്തമാണ്. അതിന് പ്രസക്തിയില്ല. ഇവിടെ അദ്ദേഹത്തെ UDFിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത് ഞങ്ങളുടെ നേതൃത്വം അക്കാര്യങ്ങളിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ആ ചർച്ചകളിലൊക്കെ അത് പിന്നെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. മാത്രമല്ല, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അതിനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അൻവർ പ്രവർത്തിക്കുക. അതിൽ മറ്റൊന്ന് അൻവർ ചെയ്യാനുള്ള സാധ്യതയില്ലല്ലോ എന്തായാലും. ഒപ്പം തന്നെ അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സജീവമായി തന്നെ മുന്നൊരുക്കങ്ങളൊക്കെ UDF ആണ് പൂർത്തിയാക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതൊരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ രണ്ട് പേരുകളിലേക്ക്, ഇപ്പോൾ ഒരു പേര് താങ്കളുടെ തന്നെയാണ്, ഇപ്പോൾ VS ജോയിയോ ആര്യടൻ ഷൗക്കത്തോ, അങ്ങനത്തെ ഒരു ചർച്ചകളിലേക്ക് പോകുമ്പോൾ അതൊരു ചേരിതിരിവ് ഈ നേതൃത്വത്തിൻ്റെ ഇടയിലും അതുപോലെ തന്നെ അണികൾക്കിടയിലും ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂട്ടുകയല്ലേ? സത്യത്തിൽ ഇവിടെ അങ്ങനെ ചേരിതിരിവില്ല. ചേരിതിരിവ് നിങ്ങളുണ്ടാക്കിയ ചേരിതിരിവാണ്. നിങ്ങൾ ചാനലുകളിൽ കുറേ ദിവസങ്ങളായിട്ട് ഒരു ദിവസം പറയും ഷൗക്കത്തിന് മുൻതൂക്കം, പിറ്റേ ദിവസം പറയും ജോയിക്ക് മുൻതൂക്കം, അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉണ്ടാക്കുന്ന സംഗതിയല്ലാതെ ഇവിടെ UDF പ്രവർത്തകരുടെ ഇടയിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ അങ്ങനെ ഒരു ചേരിതിരിവ് ഇല്ല. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഇത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാതോർത്ത് മണ്ണും മനസ്സും സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിക്കുക കൂടിയാണ് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. അതിൽ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് ഇവിടുത്തെ മുഴുവൻ ആളുകളും. അതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കും നിലമ്പൂരിലെ മുഴുവൻ ആളുകളും.
അതിൽ സദാ സജ്ജമായി കാത്തിരിക്കുകയാണ് എന്ന്. സ്ഥാനാർത്ഥി ആരായാലും ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കും അല്ലെ? ഒരുമിച്ച് പ്രവർത്തിക്കും, ഒരു സംശയമില്ല. ഒരുമിച്ച് നിലമ്പൂരിലെ UDFന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരുമിച്ച് പ്രവർത്തിക്കും. ഇവിടെ സജ്ജമാണ് എല്ലാ കാര്യങ്ങളും സജ്ജമാണ്, 100%. LDFനെ സംബന്ധിച്ചിട്ട് അവർ സ്വതന്ത്രന്മാരെ നോക്കുന്നു എന്നുള്ളതൊക്കെ. LDFുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അദ്ദേഹം LDFിലേക്ക് പോകും, ഇവിടെ പാർട്ടിയിൽ സീറ്റില്ലെങ്കിൽ എന്നൊക്കെയുള്ള ചർച്ചകൾ അത്തരത്തിലുള്ള അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അതിനൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള മറുപടി പറയുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും തീർച്ചയായിട്ടും പിന്തുണയ്ക്കും എന്നുകൂടി ആര്യടൻ ഷൗക്കത്ത് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ. യെസ്, വിപിൻ സി വിജയനാണ് ആര്യാടൻ ഷൗക്കത്തുമായി സംസാരിച്ചത്. സ്ഥാനാർത്ഥി നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ യാതൊരു വ്യക്തതക്കുറവുമില്ല. ഹൈക്കമാൻഡ് ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു ആ സ്ഥാനാർത്ഥിക്കായി എല്ലാവരും ഒന്നിച്ചു നിന്ന്, അത് കോൺഗ്രസും UDFും ഒന്നിച്ച് പ്രവർത്തിക്കും. മറ്റു തരത്തിലുള്ള യാതൊരു ആശയക്കുഴപ്പവും നിലനിൽക്കുന്നില്ല എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കിയത്. മരണം വരെ കോൺഗ്രസിനൊപ്പം തുടരുമെന്നും ആര്യാടൻ ഷൗക്കത്ത്.